ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് രാത്രികളിൽ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നൊക്കെ സമയമായി. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നൊക്കെ നമുക്ക് സമയത്ത് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം പറ്റുന്ന സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിലുറപ്പ് സംബന്ധിച്ചോ അല്ലെങ്കിൽ അതിനെ പറ്റി അറിയാനോ കൂടുതൽ അറിയാനോ ആഗ്രഹമുള്ള ആളുകൾ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങളുടെ മാറ്റുമാരെ കൂലിയൊക്കെ നിലവിൽ എല്ലാ മാസവും വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മെയ് വരെയുള്ള കൂലികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഉള്ള കൂലികൾ എന്നാ വരികയെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നാളെ വരുമെന്നാണ് നമുക്കറിയാം. നാളെയോ മറ്റന്നാളോ ആയിട്ട് കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും മാറ്റുമാരെ കൂലി റിലീസാക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ കഴിഞ്ഞ പേയ്മെൻറ്റ് വരാത്ത ഇഷ്യൂസോ കാര്യങ്ങളോ പറഞ്ഞവർ ആ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അത് തന്നെ എന്താ പറയുക അത് സോൾവ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ആരെങ്കിലും എന്തെങ്കിലും റിജക്ഷനായ കേസുകളോ പൈസ വരാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പഞ്ചായത്തിൽ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം അതൊന്ന് കറക്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഫണ്ട് റിലീസാക്കുള്ളൂ. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും റിജക്ഷൻ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു ഫണ്ട് റിലീസും കൂടി ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞാൽ പിന്നെ അതായത് തുടർച്ചയായിട്ട് ഒരു ഫണ്ടും കൂടി റിലീസാക്കും. നാളെ മറ്റന്നാളെ വരുന്നതല്ലാണ്ട് ഈ വീക്ക് തന്നെ വേറെ ഫണ്ട് റിലീസും കൂടി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിരിക്കും ഫണ്ട് റിലീസ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷമൊക്കെ 2 പ്രാവശ്യമാണ് കേരളത്തിന് ഫണ്ട് അലോട്ട് ചെയ്തത്. അപ്പോൾ ഈ ജനുവരി 2 പ്രാവശ്യം ജൂൺ ജൂലൈ മാസങ്ങളിലാണ് പേയ്മെൻറ്റ് തന്നിരുന്നത്. ഇപ്പോൾ വൈകി ഓഗസ്റ്റിലേക്ക് എത്തി. അപ്പോൾ പിന്നെ ഫെബ്രുവരി മാർച്ചിലാണ് രണ്ടാമത്തെ പേയ്മെൻറ്റ് തരാറ്. അപ്പോൾ ഇത് ഓഗസ്റ്റിലായതുകൊണ്ട് മാർച്ചിലായിരിക്കും മിക്കവാറും പേയ്മെൻറ്റ് വരാൻ സാധ്യത. അപ്പോൾ അടുത്ത മാർച്ചിലേക്കായിരിക്കും ഇനി മാറ്റുമാരെ കൂലിയും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊക്കെ ജൂൺ വരെയുള്ള പേയ്മെൻറ്റ് മൊത്തമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ജൂണ് മൊത്തം പൈസ വന്നിട്ടുണ്ട്. ജൂലൈയിലത്തെ മാത്രമേ കയറാനുള്ളൂ. അപ്പോൾ തുടർച്ചയായിട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ തൊഴിലാളികളെ വേതനം ഇപ്പം നിലവിൽ കിട്ടാനുള്ള ഒരു മാസം പണിയെടുത്തതിൻ്റെ കൂലിയായിരിക്കും കിട്ടാനുണ്ടാവുക. ആ പൈസ അടുത്ത ദിവസങ്ങളിൽ തന്നെ വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് തുടർച്ചയായിട്ട് തന്നെ മാറ്റുമാരെ അവിദഗ്ധ വേതനം അതായത് തൊഴിലാളികളെ കൂലി അത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. മാറ്റുമാരെ കൂലിയാണ് വർഷത്തിലും 2 തവണയോ മറ്റുമാണ് വരിക. 2, 3, 4 തവണയായിരിക്കും വരിക. അത് ഒരു ഫണ്ട് റിലീസ് ആകുമ്പോൾ തന്നെ 2 പ്രാവശ്യം പേയ്മെൻറ്റ് തരിക. കേന്ദ്രം കൊടുക്കുമ്പോൾ 2 തവണയായിരിക്കും കേന്ദ്ര ഫണ്ട് അലോട്ട് ചെയ്യുക. അത് 2-3 തവണകളായിട്ട് കേരള സർക്കാർ റിലീസാക്കുകയാണ് ചെയ്യാറ്. പിന്നീട് ഒരു കാര്യം NMS ആപ്പിൻ്റെ കാര്യമാണ്. പലർക്കും NMS ആപ്പ് പുതിയ ആപ്പ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെയാണ് സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. അപ്പോൾ NMS ആപ്പിൻ്റെ നമ്മൾ ഇതിൻ്റെ തുടർച്ചയായിട്ടൊരു വീഡിയോ കൂടി NMS ആപ്പിൻ്റെ എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. പിന്നീട് ചില ഫോണുകളിൽ ഇപ്പോഴും വർക്കല്ല എന്ന് കേട്ടു. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ചില ഫോണുകൾ റെഡ്മിൻ്റെ ചില ഫോണുകളിൽ വർക്കാകുന്നില്ല. അതേമാതിരി എന്താ പറയുക ചില ഫോണുകളിൽ ഈ ആപ്പ് വർക്കാകുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇഷ്യൂ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആൻഡ്രോയിഡ് വെർഷനും ഫോണിൻ്റെ പേരൊക്കെ വെച്ചിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സോൾവ് ചെയ്ത് അതിന് പറ്റുന്ന രീതിയിലുള്ള ആപ്പ് ലിങ്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് പരിഹരിക്കുമെന്ന് അറിയുന്നതാണ്. പിന്നെ ഉള്ള നിങ്ങളുടെ വലിയൊരു പ്രശ്നമാണ് ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുക്കുമ്പോൾ മസ്റ്റോൾ ലിസ്റ്റ് ചെയ്യാത്തത് എന്ന്. ഇത് നമ്മളേതായ രീതിയിൽ കണ്ടുപിടിച്ചത് എന്തെന്ന് വെച്ചാൽ അതിന് നിങ്ങൾ ലോഗ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ NMS ആപ്പ് നമ്മൾ സാധാരണ ബാക്ക് അടിച്ച് ആപ്പിൽ നിന്ന് ഇറങ്ങി പോരലുണ്ട്. അല്ലാണ്ട് തന്നെ നമ്മൾ NMS ആപ്പ് ലോഗ് ഔട്ട് എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്തിട്ട് ലോഗ് ഔട്ട് ആകുന്ന ഒരു പ്രവണത ഉണ്ട്. അപ്പോൾ നിലവിൽ ലോഗ് ഔട്ട് എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്ത് ആപ്പിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം മസ്റ്റോൾ ലഭിക്കാത്തതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം മസ്റ്റോൾ കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നാളെ NMS ചെയ്യുമ്പോൾ ഉച്ചയ്ക്ക് ശേഷത്ത് രാവിലത്തെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് അടിച്ച് ആപ്പ് ക്ലോസ് ചെയ്യുക. ഒരിക്കലും ലോഗ് ഔട്ട് ചെയ്യാണ്ടൊന്ന് ക്ലോസ് ചെയ്ത് നോക്കുക. എന്നിട്ട് NMS ആപ്പിൻ്റെ ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മളെ കമൻറ്റിലൂടെ അറിയിക്കണം. നിങ്ങൾ തരുന്ന കുറേ ഇൻഫർമേഷൻ ആട്ടോ നമ്മൾ വീഡിയോയിൽ പറയുന്നത്, അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളൊന്നുമല്ല. ഇത് ചില വ്യക്തികൾ നമുക്ക്
നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നത്. അതായത് അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി ഇങ്ങനെ സോൾവ് ചെയ്തെന്ന് പറയുമ്പോഴാണ് നമ്മളും ഇങ്ങനെ ആണോ ആ പ്രശ്നം എന്നുള്ള കാര്യം പോലും അറിയുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, കിട്ടിയില്ല, NMS കിട്ടിയില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. കിട്ടിയോ കിട്ടില്ല എന്ന് നമുക്കും അറിയാമല്ലോ. ഇനി എത്ര പേർക്ക് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്, നമ്മൾ ഇപ്പോൾ പറയാത്ത ഇഷ്യൂസ് പലർക്കും ഉണ്ടാകും. അപ്പോൾ ആ ഇഷ്യൂസ് എന്താണെന്ന് നമുക്ക് അറിയാനോ അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള അറിയാനോ നമുക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ NMS ആപ്പ് സംബന്ധിച്ച് എന്ത് ഇഷ്യൂസ് നമ്മളാൽ കഴിയുന്ന വിധം നമ്മൾ സോൾവ് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റിലൂടെയോ മറ്റോ നമ്മളെ ടെലിഗ്രാം ചാനലിലോ എന്തിലും പറഞ്ഞാലും നമുക്ക് അതിന് മറുപടി നൽകുന്നതാണ്. അപ്പോൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തൊഴിലുറപ്പിനെ കുറിച്ച് കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ തൊഴിലുറപ്പ് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊപ്പം കൂടണമെന്ന് വിനീതമായി പറയുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.